അപ്പോൾ ചുമ ഉള്ളതുകൊണ്ട് തല നനയ്ക്കലില്ല. 3-4 ദിവസമായി തല നനയ്ക്കാതെ തന്നെ. പക്ഷേ ചുമ മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ചുമ ഉണ്ട്, പനിക്കാനുള്ള ചെറിയൊരു ടെൻഡൻസി ഉണ്ട്, തൊണ്ടവേദന ഉണ്ട്. പക്ഷേ ഗുരുവായൂരേക്ക് പോകുമ്പോൾ കുളിച്ചിട്ടല്ലാതെ പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുളിച്ചു എന്നേ ഉള്ളൂ. ഇന്നലെയൊക്കെ വളരെ സൗണ്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മെനക്കെട്ട് തല തോർത്തുക എന്നല്ലാതപ്പം വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഏയില്ലേ ഇത്രയുള്ള മുടിയുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ അറിയാന്ന് വിചാരിക്കുന്നത്. മുടിയിൽ നിന്ന് എത്ര കളിച്ചാലും വെള്ളം പോകില്ല, വെള്ളമൊക്കെ ചന്തിൻ്റെ മുട്ടിൽ കിടക്കും. ഏതായാലും കോസ്റ്റ്യൂം ഇതാണ് ഉള്ളത്. മാലയൊക്കെ ഇടാനുണ്ട്, പിന്നെ കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാവും. ഇപ്പോൾ റെഡിയായി ഇറങ്ങുമ്പോൾ ബാക്കി വീഡിയോസൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ദേ ഗുരുവായൂർക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് എത്ര തല തൂർത്തിയാലും എൻ്റെ തലയിൽ നിന്നും വെള്ളം പോകില്ല ഗൈസ്. വെള്ളം ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുക. ദേ ജസ്റ്റ് കണ്ടോ പിള്ളേച്ച, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്ക് പിള്ളേച്ച, ചന്ദിൻ്റെ മൂട്ടിലേ എപ്പോൾ നോക്കിയാലും വെള്ളം ഉണ്ടാവുള്ളൂ. അത് എനിക്ക് ഈ ഒരു ശാപം പോലെ കിട്ടിയതാട്ടോ. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം അന്നേ തൊട്ടിട്ട് എനിക്ക് മുടിയുള്ളതാണ്. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പവാടയുടെ ബാഗ് മുഴുവനൊന്ന് അണിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ബെഞ്ചുമേലൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. ഒരു ഷാൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇട്ടേക്കാം എന്ന് കരുതി, ചുമ്മാ ഒരു രസത്തിന്. ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടൂല. മിക്കവാറും ഷാൾ ഇടൂല, എനിക്ക് ഇടാതെ ആയിരിക്കും ഭംഗി. പിന്നെ ഇന്നലെ വാങ്ങിയ ചെരുപ്പാണ്, അതാണ് ഇടാനുള്ളത്. ഹീൽസ് നല്ല കംഫർട്ടാട്ടോ. അപ്പോൾ ചെരുപ്പ് ഇട്ടു. ഇതവിടെ എത്തുമ്പോഴേക്കൊന്ന് ഉണങ്ങുമെന്ന് വിചാരിക്കുക. ഉണങ്ങിയിട്ടൊന്ന് അല്ലാണ്ടൊന്ന് ചീക്കിയിട്ട് മുടി കെട്ടാം. അല്ലാതെ വേറെ ഓരോ ഓപ്ഷനും ഇല്ല. ഞാൻ ഡ്രയർ ഉണ്ട് എനിക്ക്, പക്ഷേ ഡ്രയർ വെച്ചിട്ടൊന്നും ഉണക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടു. മാല ഇന്ന് ഡയമണ്ടിൻ്റെ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ, വലിയ മാലേൻ്റെ കൂടെ. കാരണം കടൽ കാണാൻ പോകല്ലേ, അത്രയും മേൽ എന്താ പറയുക ഭംഗിയോടെ കൂടെ പോകണ്ടേ. അതുകൊണ്ട് ഡയമണ്ടിൻ്റെ മാല ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോകാനുള്ള ലുക്ക്. ഇനി ബാക്കിയൊക്കെ ഇറങ്ങുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ ഇതേ ഗുരുവായൂർക്ക് പോവുകയാണ്. ഒക്കെ റെഡിയായി. ഇത് ഞാനെടുത്ത് കുട ഒന്നെടുത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ബാബാ കണ്ണിനിരിക്കാൻ കദളിപ്പഴം, ഇത് കണ്ടിട്ടാണ് പോണത്. അവര് വാങ്ങണ വരും. അപ്പം ഇങ്ങനെ ബാക്കിയൊക്കെ കയറിയിട്ട് പറയാം കേട്ടോ. അതൊക്കെ ഒന്ന് വെച്ചോട്ടെ. അങ്ങനെ യാത്ര തുടങ്ങി. നമ്മളെങ്ങോട്ടാ പോണേ? മക്കളെ ഞാൻ ബസ് പുനർക്ക് കയറ്റി കൊടുത്തു. ഇനി അമ്മയുണ്ട്, അരുണിൻ്റെ അമ്മനെ ഒന്ന് കൂട്ടണം. എന്നിട്ട് നേരെ കണ്ണനെ പോയി കാണണം. വളരെ അധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. ഈ കൊല നടക്കുന്നു. 2 വീലറിൻ്റെ മുകളിൽ 2 കൊല്ലയും കൊണ്ടൊരു ചേട്ടൻ പോകണം. അപ്പം അങ്ങനെയാണ് മക്കളുണ്ട് ഈ ബസ്സിൽ. ഓക്കേ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വയ്യേ. ഈ മല കണ്ടോ, മല കണ്ടോ, മലയൊക്കെ മാറ്റിയിട്ട് സുന്ദരിയായി. ഓ ഷൂ, താവിട് താവിട് താവിട്, നമുക്കത് ശരിയാവില്ലടേ. കണ്ണിൽ വെളിച്ചം തട്ടുന്ന്. അപ്പം അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യ തരാം കേട്ടോ. കയ്യൊക്കെ മുട്ടുണ്ട്.
എന്തെല്ലാം കഴിക്കാൻ പൊരി നമുക്കോ എന്ത് ദോശയുണ്ട്, ദോശ ഉണ്ട്, മസാല ദോശ, ഒരു മസാല അല്ല ഒരു ബ്ലാക്ക് ടീ പൊട്ടിക്കിട്ട് പാക്കേജ് ചെയ്യാം. ഇഡ്ഡലി ദോശ വട ഗർഭമുള്ള ഞാൻ മറ്റേ ബണ്ണ് കഴിക്കാം. ഇന്നത്തെ വേണം രാവിലെ എന്താ ഉണ്ടാക്കി പോയല്ലോ. ഇതാണ് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ഫുഡ്. ചിക്കനും മീനൊന്നുമില്ല, ആർക്കും ഇല്ല കേട്ടോ. അമ്മയുണ്ട് കൂടെ. തന്നെ ഓക്കെയാണോ? അപ്പം ഞാൻ വെക്കാം. Okay. അങ്ങനത്തെ ഹരേ കൃഷ്ണ സർവം അവിടെ ഇന്നലെ ഞാൻ കാക്ക മുമ്പ് രാവിലെ പോയിരിക്കുന്നു പോകുമ്പോൾ
അങ്ങനെ ഗുരുവായൂർ പോയി, കണ്ണനെ കണ്ടു. കണ്ണന് അവിൽ മഞ്ഞപ്പട്ടിൽ കെട്ടിക്കൊടുത്തു. വീട്ടിൽ നിന്ന് വെട്ടിയ മറ്റേ കദളിക്കൊല കൊടുത്തു. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. പുറത്തുനിന്ന് നല്ലോണം കണ്ടു കേട്ടോ. പിന്നെ ഇന്നത്തെ അത്തമിട്ടിരിക്കുന്നത് വെണ്ണക്കണ്ണനെയാണ്. അത് എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇഷ്ടമുണ്ടേ കണ്ണാ നീ വെണ്ണക്കണ്ണനെ അടത്തിടണേ എന്നുള്ളത്. അതേപോലെ വെണ്ണക്കണ്ണനാണ് ഇന്നത്തെ അത്തം. വെണ്ണക്കണ്ണൻ അത്തമിട്ട അന്നാണ് ഞാനിവിടെ വരുന്നത്. സെപ്റ്റംബർ 2-ാം തീയതി കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വെണ്ണക്കണ്ണനാണ് അത്തുള്ളത്. ഭയങ്കര സന്തോഷം എനിക്ക് കണ്ടപ്പോൾ. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വെണ്ണക്കണ്ണനാവണേ എന്നൊക്കെ. പക്ഷെ വെണ്ണക്കണ്ണനാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സ്റ്റേഷനിൽ അമ്മയാവും വാങ്ങി കൊടുക്കി. സ്റ്റേഷനിൽ പോയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് തന്ത്രിമനെ പോയി നോക്കണം. തന്ത്രി ഉണ്ടെങ്കിൽ തന്ത്രിനെ ഒന്ന് കണ്ടിട്ട് വേണം തിരികെ പോരാൻ. അപ്പം അങ്ങനെയാണ്. ഏതായാലും കണ്ണനൊപ്പം കാണാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. അങ്ങനെ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. ഒക്കെ കഴിഞ്ഞു തിരിച്ചു പോവുകയാണ്. തന്ത്രിമനയിൽ തന്ത്രി ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. ഗുരുവായൂർക്കൊക്കെ ഏതായാലും ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഞാനും അമ്മയും എത്രയോ ആയി അരുണിനോട് പറയുന്നത്, അരുണെ ഒന്ന് ഗുരുവായൂർ കൊണ്ടുപോടാ, ഒന്ന് ഗുരുവായൂർ കൊണ്ടുപോടാ അല്ലേ അമ്മേ? അമ്മ എന്തിനാ വിളിക്കുന്നേ? അന്നെ വിളിക്കുന്നത്? അയ്യോ അമ്മ എന്നിട്ട് അരുണ് സലീം എന്നിട്ട് സമ്മതിച്ചിട്ടില്ല. പക്ഷെ എനിക്കും അമ്മക്കും ചിങ്കലല്ല. ഏതായാലും കണ്ണനെ ഒന്ന് ഉഷാറായി കാണാൻ പറ്റി. എന്ന് വെച്ചാൽ പുറത്താട്ടോ. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ശരി പോയോ? കുട്ടികളെ വീട്ടിൽ എൻ്റെ വീട്ടില അങ്ങോട്ട് വരും. അപ്പം പിന്നെ ഞങ്ങൾ വൈകുന്നേരം പഠിച്ചിട്ടുണ്ട് ഞാൻ. കുറച്ചല്ല, നല്ല അത് മൈഗ്രൈൻ്റെ ഗുളിക കുടിക്കുന്നുണ്ട്. അങ്ങനെ ദേ ഗൈസ് തന്ത്രിമനെ പോയി തന്ത്രിയെ ഒന്ന് കണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവൻ പറഞ്ഞ കേട്ടീനോ? ഇല്ല, ഒന്നും കൂടെ പറയാ അരു. അല്ല ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഗുരുവായൂരപ്പൻ കൊടുത്ത ശിക്ഷയാണ് അരുണിത്. ഞാനും അമ്മയും കൂടി, അമ്മ ഇന്നലെയും കൂടി പറഞ്ഞു, ഇന്നലെ അല്ലല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയ സമയത്തും കൂടി ഗുരുവായൂരത്തെ കഥ പറഞ്ഞിട്ടുള്ളൂ. അന്നപ്പോൾ പറഞ്ഞെന്താ, അമ്മേ എനിക്ക് വണ്ടി പാടുണ്ട്, എനിക്ക് ലീവൊന്നും കിട്ടൂല, അങ്ങനെയാ ഇങ്ങനെയാ, അല്ലേത് ലീവ് എടുത്ത് പോരാ കുത്തിരിക്കുന്നവനാ പറഞ്ഞ ഞങ്ങളെ കൊണ്ടുവരൂലെന്ന് പറഞ്ഞ്. അപ്പം എന്തായി, ഭയങ്കര സന്തോഷമായി. പിന്നെ എന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഗുരുവായൂരത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. എന്നാ പോസ്റ്റ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷം. തന്ത്രിനെ കണ്ടപ്പോൾ അതിലേറെ സന്തോഷം. കണ്ണനെ കാണാൻ പറ്റാത്ത വിഷമം തന്ത്രിയെ കാണുമ്പോൾ എന്നുള്ള. ഞാൻ പറഞ്ഞില്ലേ വെണ്ണക്കണ്ണൻ്റെ പൂക്കൾ, എൻ്റെ മനസ്സിൽ സത്യമായിട്ടോ ഞാൻ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തന്നെ ആയിപ്പോയി. ഇനി ചോറുണ്ണണം. അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒരു ബന്ന് മാത്രമേ കഴിച്ചുള്ളൂ, ഒരു ക്രീം ബന്ന്. കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. തിരിച്ചു വരുമ്പം ആർഭാടമായിട്ട് കടിച്ചു വലിക്കുക നിർബന്ധമുള്ള കാര്യമാണ്. കാരണം കണ്ണൻ്റെ അടുത്തേക്ക് പോകുമ്പം കണ്ണൻ്റെ ചിട്ടയിലും ആ രീതിയിലും അല്ലാതെ പോകാൻ പാടില്ല കേട്ടോ. ചിക്കൻ കൂട്ടിയ ക്രീമന്നോ അങ്ങനെ ആയിത്തീരും. എല്ലാ ഓലിന് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂള് തുറക്കുമ്പോൾ വരും. അപ്പം അങ്ങനെയാണ്.
അപ്പം ഏതായാലും ഇനി ചോറുണ്ണട്ടെ കേട്ടോ. ചോറുണ്ണുന്ന വിശേഷങ്ങൾ വയ്യ തരാവേ. തിരിച്ച് ചോറ് തിന്നാൻ അമ്പതിയിൽ വന്നാട്ടോ. കോഴിക്കോടെത്തിയല്ലേ 1:30 ഉള്ളൂ. കോഴിക്കോട് മീൻകറിയിൽ നല്ല മാങ്ങട്ട അങ്ങനെ തിരിച്ച് കോഴിക്കോടെത്തി. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കോഴിക്കോടെത്തിയിട്ടുണ്ട് കേട്ടോ. ബൈപ്പാസ് ഉള്ളത് 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്. ബൈപ്പാസ് ഉള്ളത് എന്ത് സുഖാന്നറിയോ. ഒരു ബ്ലോക്കും കാര്യവും ഒന്നുമില്ല. പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്ക്, പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്ക്. അങ്ങോട്ടും ഞാൻ ഉറങ്ങിയതാണ്, ഇങ്ങോട്ടും ഞാൻ ഉറങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമേ അല്ല. അമ്മ വേക്ക് കിടന്നു ഉറങ്ങി, ഞാൻ മുമ്പ് കിടന്നു ഉറങ്ങി. അങ്ങനെ ഓന് പിന്നെ വണ്ടി ഓടിച്ച് ശീലമുള്ളത് കൊണ്ട് ഓന് പിന്നെ വലിയ ഇഷ്യൂ ഇല്ല. ഓൻ എത്ര വേണമെങ്കിലും ഓടിച്ചോളും. അപ്പൊ നമ്മള് രണ്ടാളും ഇല്ലേ അമ്മേ സുഖമായിട്ടൊരു കിടത്ത ഉറക്കമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അംബികയിൽ പോയി ചോറൊക്കെ തിന്നു. പലർക്കും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അംബികയിലെ ഫുഡ് ഭയങ്കര കോസ്റ്റ്ലി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോറിന് എത്രയാ വരുന്നത്, റേറ്റ് വരുന്നത്? നമ്മള് 3 ആളുകൂടി ഇപ്പൊ കഴിച്ചിട്ട് എത്ര പൈസയായി? 300 രൂപ. അല്ല മൊത്തം ടോട്ടൽ എത്ര പൈസയായി? നമ്മൾ 120 ഉറുപ്പ്യ ഉണ്ടാവും. അല്ല 120 അല്ല 220 ഉറുപ്പ്യ ഉണ്ടാവും 3 ആൾക്ക് ചോറിന്. 3 ആൾക്ക് ചോറിന് 220 രൂപയുള്ളൂ. 3 അയിലേക്ക് 300 രൂപ. അല്ല മൊത്തമായിട്ട് ടോട്ടൽ എത്ര ബില്ല് ആയത്? 588 ആണ്. 60 ഉറുപ്പ്യ പായസത്തിന്. ഞങ്ങള് 3 ആള് ഭക്ഷണം കഴിച്ചിട്ട് 580 രൂപയാണ്. ഇത് എന്തോടോ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചില്ല. ഇങ്ങോ താത്തയുള്ള KSRTC മുമ്പില് അല്ല KSRTC മുമ്പ് കഴിച്ചില്ല. ഇങ്ങോ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാ. എന്താ വെച്ചാല് ഞങ്ങള് 4 ആള് കഴിച്ചിട്ട് 1200 രൂപയ്ക്ക്. അതില് മോനൊരു 7up എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് 40 ആണ് അതിന്റെ മുകളിൽ. പക്ഷെ അവിടെ 45 രൂപ. അടിപൊളി. അതാണ് ഹൈലൈറ്റ്. അങ്ങനെയാണ് സംഭവം. അപ്പം പലരും എനിക്ക് മെസ്സേജ്, ഞാൻ ഇങ്ങനെ അംബികയെ പോയി ചോറിട്ടിട്ട് എനിക്ക് പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കും, ചേച്ചി കോസ്റ്റ്ലി ആണോ അവിടെ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാധാരണക്കാർ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മൾ ചൂസ് ചെയ്യുന്ന സൈഡ് പോലെ ഇരിക്കും. പൈസ തോന്നിക്കൂല. ഫുഡ് കഴിച്ചാൽ വലിയ പൈസ ഒന്നും ചോദിക്കൂല. അയക്കൂറക്ക് 200 രൂപ. ഞങ്ങളൊക്കെ 100 രൂപക്ക് മറ്റേ ഈ പറഞ്ഞതിന്റെ അതിൽ അയില മേടിച്ചത്. ഒരു അയിലക്കാട്ടോ 100 രൂപ.
പക്ഷേ ആഗോലി ഐക്കൂറക്കൊക്കെ ഒരു കഷ്ണത്തിന് 200 രൂപ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുവാ ചേട്ടാ ഏയ് വേണ്ടടാ. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന സൈഡ് പോലെ ഇരിക്കും നമ്മുടെ ഫുഡ്. അപ്പം അങ്ങനെയാണ്. തിരിച്ചേതായാലും കോഴിക്കോടെത്തി. ഇനി കൂമുള്ളി അമ്മനെ ഒന്ന് ഇറക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. എനിക്കൊരു ഫോട്ടോ തീർക്കാനുണ്ട്, അതൊന്ന് തീർക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. എനിക്ക് സാധാരണ ഞാൻ രാവിലെ ഇറങ്ങുന്നതാണ്, ഇന്ന് ഇറങ്ങിയില്ല. എനിക്ക് അടുത്ത ആള് വേഗം ഇറങ്ങണം. എങ്ങനെ സാധാരണ തെണ്ട ഇറങ്ങുന്നതാണ് രാവിലെ, ഇന്ന് ഇറങ്ങിയില്ലല്ലോ. ഓനവിടെ എത്തിയ പാടക്കൊന്ന് തിരിച്ച് ഉള്ളേരി വന്ന് സ്റ്റാൻഡിൽ എത്ര ബസ് കയറുന്നു നോക്കണം. നേരേക്കും പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അങ്ങനെയാണ് ബാക്കി. അല്ല അമ്മ ചോദിച്ചതല്ല, ആ അയിലക്ക് നല്ല ഇതുണ്ട് മസാല, തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള മസാലയാ. അതുപോലെ എന്തോ സ്പെഷ്യൽ മസാലയാണ്, അതാണ് അയില പൊരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ആ മസാല മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ, നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ടാറ്റാ. ആപ്പിൾ ഉപ്പിലിട്ടത് മേടിച്ചതാ ഗൈസ്. ഇളന്തപ്പയം, മൈ ഫേവറേറ്റ് സാധനം. അപ്പുളിന്നറിയോ? പേരക്ക. പേരക്ക ശരി, എടുക്കണ്ട, വീട്ടിലെത്താ. അത്രയും പെട്ടെന്ന് ശടപടെ ഞങ്ങൾ പോകും. 8 മണിക്കൂർ നമ്മൾ പോയി വന്നില്ലേ, 6 മണിക്കൂർ അങ്ങോട്ട്. കൊടങ്ങത്താക്കിട്ടാ പേരക്കങ്ങള് കേറുന്നു ഇവിടെ. എന്താ ഗൈസ്, ഫോൺ എടുത്തു വെക്കുന്നു. മേടിച്ച പേരൊക്കെ എടുക്കുക, മേടിച്ച പേരക്ക. തിന്നണോ? സാധനങ്ങൾ എടുക്കണോ? ഇരുന്ന് കൂവപ്പടി ഒന്ന് എടുക്കുക. നല്ല കൂവപ്പടി, കൂവപ്പടി. പനപ്പൊടി, പനപ്പൊടി. മറ്റെന്താ? ഇതെന്താ?
എൻ്റെ ബ്രദർ വന്നീനു. അപ്പം അവന് സാധനം കൊണ്ടുവച്ചിട്ട് എന്താ പലഹാരം. മോളെ ലേസ് നോക്ക് കേക്കൂ. ഞാൻ പറഞ്ഞേ എന്തോ വാങ്ങി കഴിക്കുന്നു. പനമ്പൊടി കൊണ്ടുത്തന്ന പനമ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പോയി തിരിച്ച് വീട്ടിലെത്തി. വേറൊക്കെ കഷ്ണം 3 മണിയായപ്പോഴും നമ്മുടെ വീട്ടിലെത്തിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് തന്നേട്ടെ. ചേട്ടാ.